വെറ്റുവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള PSC മാത്രമല്ല, ഒപ്റ്റോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ PSCകൾക്കും യൂസ്ഫുൾ ആകുന്ന ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ സിലബസിലെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ആണ്. കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജിയിലെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ തന്നെ കുറച്ചുകൂടെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്ലാസ്സോടെ നമ്മളുടെ സിലബസിലെ ലാസ്റ്റ് ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യാണ്, ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ നമ്മളുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക് മുതൽ നമ്മൾ ലാസ്റ്റ് ടോപ്പിക് വരെ നമ്മൾ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ കൂടെ തന്നെ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതിപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മാത്രം മതിയാകും. പുതുതായിട്ട് പഠിക്കാനുള്ള ആ ഒരു ടൈമൊന്നും ഇനിയില്ല. ഈ വരുന്ന ഫ്രൈഡേ ആണ് എക്സാം. അപ്പോൾ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഈ ഒരു ടൈമിൽ ഇരിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ടൈം യൂസ് ചെയ്യേണ്ടത്. നാളെ നമ്മൾ ക്ലാസ്സിലൂടെ ഒരു മോക്ക് ടെസ്റ്റ് കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കുറച്ചുകൂടെ കിട്ടും. കറക്റ്റ് 100 മാർക്കിന് സിലബസിൽ എങ്ങനെയാണോ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ പറഞ്ഞിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. നാളെ തന്നെ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതും അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നല്ല കോൺഫിഡൻസോട് കൂടെ നമ്മളുടെ PSC എക്സാമിന് എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഹോൾ ടിക്കറ്റ് എടുക്കുക, അതുപോലെ ഒറിജിനൽ ID പ്രൂഫ് ഏതെങ്കിലും ഒന്ന് എടുക്കുക, പിന്നെ ഒരു ബോൾ പോയിൻറ്റ് പേനയും. ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സാം ഹാളിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. 7:15 എക്സാം റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ആ ഒരു എക്സാം പ്ലേസിൽ എത്തുന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തുനിന്ന് ഇറങ്ങുക. എന്നിട്ട് എല്ലാവരും നല്ല കോൺഫിഡൻസോട് കൂടെ എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസും നല്ല പോലെ വായിക്കുക. ക്വസ്റ്റ്യൻസ് മാത്രമല്ല 4 ഓപ്ഷൻസും വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോഴേ അതാണ് ആൻസർ എന്ന് വിചാരിച്ചിട്ട് ചാടി കയറി ആൻസർ ചെയ്യുന്ന അത് മാറ്റുക. ഓരോ ക്വസ്റ്റ്യൻസും ഫുൾ ഓപ്ഷൻസും വായിച്ച് നോക്കിയിട്ട് മാത്രം അറ്റൻഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ പിക്ക് ഔട്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ജസ്റ്റ് ആ കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്നുള്ളതിൻ്റെ താഴെ ജസ്റ്റ് ഒരു അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്കത് മാറിപ്പോയില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എത്തുമ്പോൾ ചിലപ്പോൾ കറക്റ്റാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യന് നന്നായിട്ട് അറിഞ്ഞിട്ട് പോലും നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളുണ്ട്. ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് അറിഞ്ഞിട്ട് വരുന്ന ടൈപ്പ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് എക്സാം എഴുതുക. ഒട്ടും ഐഡിയ ഇല്ലാത്ത, ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നെഗറ്റീവ് മാർക്ക് മാക്സിമം ഒഴിവാക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. കാരണം നിങ്ങളെല്ലാവരും എല്ലാം പഠിച്ചതാണ്. അപ്പോൾ നമ്മളെ കയ്യിലൊരു പ്രോപ്പർ സിലബസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി എല്ലാം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആക്കിയിട്ടാണ് നിങ്ങൾ എക്സാമിന് പോകാൻ പോകുന്നത്. പിന്നെ അവിടെ എത്തിയിട്ടുള്ള ടൈമിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ പെർഫോമൻസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ റിസൾട്ട് വരുന്നത്. അതായത് എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ എങ്ങനെ എക്സാമിനെ ഫേസ് ചെയ്യുന്നു അതാണ് നമ്മളുടെ യഥാർത്ഥ ചലഞ്ച്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ടെൻഷനൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിക്കൊണ്ട്, മൈൻഡ് ഫ്രീ ആക്കിക്കൊണ്ട് നല്ല കോൺഫിഡൻസോട് കൂടെ, നിങ്ങൾക്ക് എല്ലാം അറിയാം, അത് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കി അറ്റൻഡ് ചെയ്യുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഓങ്കോസെർക്കിയാസിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ ഓപ്ഷൻസ്: എ വൈറസ്, ബി ബാക്ടീരിയ, സി പാരസൈറ്റ്, ഡി ഫംഗൈ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി പാരസൈറ്റ് ആണ് ആൻസർ. ഈ ഓങ്കോസെർക്കിയാസിസിനെ തന്നെയാണ് നമ്മൾ റിവർ ബ്ലൈൻഡ്നെസ് എന്നും പറയുന്നത്. നമ്മളെ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന വിഷൻ 2020യുടെ ഭാഗമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മേജർ ബ്ലൈൻഡിങ് ഐ കണ്ടീഷൻസിൽ വരുന്ന ഒരു ഡിസീസാണ് ഓങ്കോസെർക്കിയാസിസ് കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അണ്ടർ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എ ചൈൽഡ് ഈസ് ഗിവൻ ടോട്ടൽ ഡാഷ് ഓഫ് വൈറ്റമിൻ എ. ഓപ്ഷൻസ്: എ 1 ഡോസ്, ബി 6 ഡോസ്, സി 9 ഡോസ്, ഡി 10 ഡോസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 9 ഡോസ് ആണ്. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ടോട്ടൽ 9 ഡോസ് വൈറ്റമിൻ എ ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ 9 മന്തിലാണ് ഫസ്റ്റ് ഡോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഓറലി തന്നെയാണ് വൈറ്റമിൻ എ കൊടുക്കുന്നത്. ഈ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒക്കുലാർ ലീഷൻസ് സീൻ ഇൻ റുബെല്ല. റുബെല്ല എന്ന് പറയുന്നത് ജർമ്മൻ മീസ്ലസ് ആണ്. ഓപ്ഷൻസ്: എ കൺജനിറ്റൽ കാറ്ററാക്ട്, ബി കോറിയോ റെറ്റിനൈറ്റിസ്, സി കൺജനൈറ്റൽ മൈക്രോഫ്താൽമോസ്, ഡി ഓൾ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ആണ്.
കൺജനിറ്റൽ കാറ്ററാക്ട്, കോറിയോ റെറ്റിനൈറ്റിസ്, കൺജനിറ്റൽ മൈക്രോഫ്താൽമോസ് ഇവയെല്ലാം റുബെല്ലയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒക്കുലാർ ലീഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് സൈറ്റ് ഡേ ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ. ഓപ്ഷൻസ്: എ സെക്കൻഡ് തേഴ്സ്ഡേ ഓഫ് ഒക്ടോബർ, ബി സെക്കൻഡ് മൺഡേ ഓഫ് ഒക്ടോബർ, സി ഫസ്റ്റ് മൺഡേ ഓഫ് ഓഗസ്റ്റ്, ഡി സെക്കൻഡ് മൺഡേ ഓഫ് ഓഗസ്റ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ സെക്കൻഡ് തേഴ്സ്ഡേ ഓഫ് ഒക്ടോബർ ആണ്. ഈ 2024 സെക്കൻഡ് തേഴ്സ്ഡേ ഓഫ് ഒക്ടോബർ, അതായത് വേൾഡ് സൈറ്റ് ഡേ ഏത് ഡേറ്റിലാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് ഗ്ലോക്കോമ വീക്ക് ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഡ്യൂറിംഗ് ദി മന്ത് ഓഫ്. ഓപ്ഷൻസ്: എ മാർച്ച്, ബി ഏപ്രിൽ, സി മെയ്, ഡി ജൂൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മാർച്ച് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് ഹെൽത്ത് ഡേ ഈസ് ഓൺ. ഓപ്ഷൻസ്: എ ഏപ്രിൽ 7, ബി ഏപ്രിൽ 17, സി ഓഗസ്റ്റ് 7, ഡി ഓഗസ്റ്റ് 17. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഏപ്രിൽ 7 ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഒരു ഡയബറ്റിസ് ഡേ വരുന്നുണ്ട് November 14, അതും കൂടെ ഓർത്ത് വെക്കുക. November 14 ഡയബറ്റിസ് ഡേ. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു അയോണേഷൻ ഫോർനൈറ്റ് നമ്മൾ ഏത് മന്ത്സിലൊക്കെ ആയിട്ടായിരുന്നു ഒബ്സർവ് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. കഴിഞ്ഞ DME ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യൂ, ആൻസർ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷൻ 2020 ഹാസ് ബീൻ അഡോപ്റ്റഡ് ഇൻ NPCB ഇൻ ദി ഇയർ. ഓപ്ഷൻസ്: എ 1999, ബി 2001, സി 2010, ഡി 2020. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 2001 ആണ്. വിഷൻ 2020 NPCB അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ്, ഇയർ ആണ് 2001. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് വിഷൻ 2020 ദ റൈറ്റ് ടു സൈറ്റ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് WHO ജനീവയിൽ ലോഞ്ച് ചെയ്ത ഇയർ നമ്മൾ ഏതാ പറഞ്ഞത്? 1999 ആണ്. അതിൻ്റെ മന്തും ഡേറ്റും കൂടെ ഓർത്തു വെക്കുക. February 18, 1999 വിഷൻ 2020 ദ റൈറ്റ് ടു സൈറ്റ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ WHO ഇൻ ജനീവ. അപ്പോൾ ആ കാര്യം മറന്നു പോകരുത്. ഈ 2001 എന്നുള്ളത് NPCB വിഷൻ 2020 അഡോപ്റ്റ് ചെയ്ത ഇയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഏജൻസി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് IAPB ഫോംഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ്: എ 1975, ബി 1976, സി 1999, ഡി 2000. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇന്റർനാഷണൽ ഏജൻസി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് IAPB ഫോം ചെയ്തത് ഓപ്ഷൻ എ 1975 അത് ഫോം ചെയ്ത് 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും 1976 നമ്മൾ NPCBയും ഫോം ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WHO പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് പ്രോഗ്രാം PBP ലോഞ്ച്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ്: എ 1975, ബി 1976, സി 1999, ഡി 2001. ഇതിൻ്റെ ആൻസർ ആക്ച്വലി 1978 ആണ്. പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് പ്രോഗ്രാം WHO ലോഞ്ച് ചെയ്തത് 1978 ഓപ്ഷൻസിൽ ഇല്ല. ഇനി വേറൊരു പ്രോഗ്രാമിൻ്റെ കൂടെ ഇയർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വിഷൻ ഫോർ ദ ഫ്യൂച്ചർ VETF അത് സ്റ്റാർട്ട് ചെയ്തത് 2001 ഈ കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ മേജർ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് അതിൽ വരുന്നവയാണ് WHOയുടെ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് പ്രോഗ്രാം PBP 1978. പിന്നെ വിഷൻ 2020 നമ്മൾ പറഞ്ഞു, ദ റൈറ്റ് ടു സൈറ്റ് 1999. പിന്നെ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ VETF 2001 ആൻഡ് യൂണിവേഴ്സൽ ഐ ഹെൽത്ത് ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സ് ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്സിൽ പഠിക്കേണ്ടതാണ്. NPCB ഒക്കെ നാഷണൽ ലെവൽ പ്രോഗ്രാമാണ്. അതും ഇതും കൂടെ കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ ഡോണർ ടിഷ്യൂ. ഓപ്ഷൻസ്: എ HIV, ബി ലങ് ക്യാൻസർ, സി ഡെത്ത് ഫ്രം അൺനോൺ കോസ്, ഡി സൈഫിലിസ്. ഐ ഡൊണേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ ലങ് ക്യാൻസർ മാത്രമാണ് കോൺട്രാ ഇൻഡിക്കേഷൻ അല്ലാത്തത്. ബാക്കിയെല്ലാം ഐ ഡൊണേഷനിൽ കോൺട്രാ ഇൻഡിക്കേഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് സോൺസ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് സോൺ 3 റെപ്രസെൻറ്റ്സ്. ഓപ്ഷൻസ്: എ പ്രൊട്ടക്റ്റീവ് ഏരിയ, ബി ക്ലീൻ ഏരിയ, സി സ്റ്റെറൈൽ ഏരിയ, ഡി ഡിസ്പോസൽ ഏരിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സ്റ്റെറൈൽ ഏരിയ ആണ്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡിഫറെൻറ്റ് സോൺസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സോൺസ് ആണ് മെയിനായിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഏരിയ, പിന്നെ സെക്കൻഡ് സോൺ എന്ന് പറയുന്നത് ക്ലീൻ ഏരിയ, പിന്നെ സോൺ 3 സ്റ്റെറൈൽ ഏരിയ ആൻഡ് സോൺ 4 ഡിസ്പോസൽ ഏരിയ. ഇങ്ങനെയാണ് പറയുന്നത്. ഈ കാര്യമൊന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്യൂഡോ എക്സോട്രോപ്പിയ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻസ്: എ പോസിറ്റീവ് ആംഗിൾ കാപ്പ, ബി നെഗറ്റീവ് ആംഗിൾ കാപ്പ, സി പ്രൊമിനൻറ്റ് എപ്പിക്കാന്തൽ ഫോൾഡ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്.
സ്യൂഡോ എക്സോട്രോപ്പിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആംഗിൾ കാപ്പയായിട്ടും എന്നാൽ സ്യൂഡോ ഈസോട്രോപ്പി ആണെങ്കിൽ നെഗറ്റീവ് ആംഗിൾ കാപ്പയായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്യൂഡോ എക്സോട്രോപ്പി പോലെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ ടെല്യൂരിസം. ഇറ്റ്സ് എ കണ്ടീഷൻ വിത്ത് എ ഗ്രേറ്റർ ഇന്റർ ഓർബിറ്റൽ സെപ്പറേഷൻ ആൻഡ് ഗീവ്സ് ദ അപ്പിയറൻസ് ഓഫ് എ ഡൈവേർജൻ സ്ക്വിൻറ്റ്. ദാറ്റ് ഈസ് സ്യൂഡോ എക്സോട്രോപ്പിയ. അപ്പോൾ അതിലും നമുക്ക് എന്താ കാണാൻ പറ്റുക? പോസിറ്റീവ് ആംഗിൾ കാപ്പയാണ് ഹൈപ്പർ ടെല്യൂരിസത്തിലും കാണാൻ പറ്റുക. നെക്സ്റ്റ് സ്യൂഡോ ഈസോട്രോപ്പിയ കാണുന്ന ഒരു കണ്ടീഷനാണ് ടെലികാന്തസ്. ടെലികാന്തസ് അല്ലെങ്കിൽ ബ്രോഡ് നേസൽ ബ്രിഡ്ജ് കവേഴ്സ് ദ നേസൽ ബൾബ കൺജൻറ്റേവ ആൻഡ് ഗീവ്സ് ദ അപ്പിയറൻസ് ഓഫ് എ കൺവേർജൻ സ്ക്വിൻറ്റ്. ദാറ്റ് ഈസ് സ്യൂഡോ ഈസോട്രോപ്പിയ. അപ്പോൾ ഈ ടെലികാന്തസിൽ നമുക്ക് ഏതായിരിക്കും കാണുക? നെഗറ്റീവ് ആംഗിൾ കാപ്പയായിരിക്കും കാണുക. ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് എ കോസ് ഓഫ് ബൈനോക്കുലർ ഡിപ്ലോപ്പിയ. ഓപ്ഷൻസ്: എ കൺകോമിറ്റന്റ് സ്ക്വിൻറ്റ്, ബി തേർഡ് നെർവ് പാൾസി, സി ഓർബിറ്റൽ ഫ്ലോർ ഫ്രാക്ചർ, ഡി ഇന്റർന്യൂക്ലിയർ ഓഫ്താൽമോപ്ലേജിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. കൺകോമിറ്റന്റ് സ്ക്വിൻ്റ് ആണ് ബൈനോക്കുലർ ഡിപ്ലോപ്പിയക്ക് കോസ് ചെയ്യാത്തത്. ബാക്കി തേർഡ് നെർവ് പാൾസി, ഓർബിറ്റൽ ഫ്ലോർ ഫ്രാക്ചർ, ഇന്റർന്യൂക്ലിയർ ഓഫ്താൽമോപ്ലേജിയ ഇതൊക്കെ കാരണമായിട്ട് ബൈനോക്കുലർ ഡിപ്ലോപ്പിയ വരാം. ഈ ടേബിൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പാരലിറ്റിക് സ്ക്വിൻറ്റിൻ്റെയും കോമിറ്റന്റ് സ്ക്വിൻറ്റിൻ്റെയും ഡിഫറൻസ് ആണ്. കോമിറ്റന്റിനെയാണ് കൺകോമിറ്റന്റ് എന്ന് പറയുന്നത്. പാരലിറ്റിക് നമ്മൾ പൊതുവെ ഇൻകോമിറ്റന്റ് സ്ക്വിൻസിൽ വരുന്നവയാണ്. ഏജ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ പാരലിറ്റിക്കിൽ പൊതുവെ യൂഷ്വലി ലേറ്റ് ആയിട്ടാണ്. കോമിറ്റന്റ് ആകുമ്പോൾ യൂഷ്വലി ഇയർലി ചൈൽഡ്ഹുഡ് തന്നെ വരും. ടൈപ്പ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ പാരലിറ്റിക് സഡൻ ആണ്, എന്നാൽ കോമിറ്റന്റ് ഗ്രാജുവൽ സഡൻ മാനിഫെസ്റ്റേഷൻ ആണ്. ആൻഡ് പ്രിസിപിറ്റേറ്റിംഗ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ പാരലിറ്റിക്കിൽ യൂഷ്വലി ഹെഡ് ഇഞ്ചുറി, സിസ്റ്റമിക് ഇൽനെസ് ഒക്കെ കാരണം കൊണ്ടാണ്. ആൻഡ് കോമിറ്റന്റിൽ പ്രിസിപിറ്റേറ്റിംഗ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് റയർലി പ്രസൻ്റ് ആണ്. ഇനി പാരലിറ്റിക് ആവുമ്പോൾ അസോസിയേറ്റഡ് ന്യൂറോളജിക് സയൻസ് പ്രസൻ്റ് ആയിരിക്കും, എന്നാൽ കോമിറ്റന്റിലായിരിക്കുമ്പോൾ അത് പ്രസൻ്റ് ആയിരിക്കില്ല. ഇനി കോമിറ്റൻസ് എന്ന് പറയുമ്പോൾ പാരലിറ്റിക്കിൽ മേ ഡെവലപ്പ് ഇൻ ലേറ്റ് സ്റ്റേജസ് ആൻഡ് കോമിറ്റന്റിൽ യൂഷ്വലി പ്രസൻ്റ് ആയിരിക്കും എക്സെപ്റ്റ് ഇൻ എക്സ്ട്രീം കേസസ്. അതായത് കോമിറ്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ഡയറക്ഷനിലേക്കും, കേസ് ഏത് ഡയറക്ഷനിലേക്ക് നോക്കിയാലും സെയിം എമൗണ്ട് ആയിരിക്കും എമൗണ്ട് ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതാണ് കോമിറ്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിപ്ലോപ്പിയ പാരലിറ്റിക്കിൽ യൂഷ്വലി പ്രസൻ്റ് ആയിരിക്കും, എന്നാൽ കോമിറ്റന്റിൽ യൂഷ്വലി ആബ്സെൻ്റ് ആയിരിക്കും. എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷേ യൂഷ്വലി നമ്മൾ കോമിറ്റന്റ് സ്ക്വിൻസിൽ എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും ഡിപ്ലോപ്പിയ. ആൻഡ് ഹെഡ് പോസ്റ്റർ പാരലിറ്റിക്കിൽ യൂഷ്വലി പ്രസൻ്റ് ആയിരിക്കും, കോമിറ്റന്റിൽ ആബ്സെൻ്റ് ആയിരിക്കും. സൈക്ലോട്രോപ്പിയ പാരലിറ്റിക്കിൽ യൂഷ്വലി പ്രസൻ്റ് ആയിരിക്കും ആൻഡ് കോമിറ്റന്റിൽ ആബ്സെൻ്റ് ആയിരിക്കും. ആൻഡ് സെൻസറി അഡാപ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ സപ്രഷൻ, ആംബ്ലിയോപ്പിയ, ARC ഒക്കെ പാരലിറ്റിക്കിൽ പൊതുവെ റയർ ആയിരിക്കും, എന്നാൽ കോമിറ്റന്റിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവാം. പിന്നെ പാസ്റ്റ് പോയിൻറ്റിങ് പാരലിറ്റിക്കിൽ പ്രസൻറ്റ് ഇൻ റീസെൻറ്റ് കേസസ് ആൻഡ് കോമിറ്റന്റിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഈ ചാർട്ട് ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് പാരലിറ്റിക് സ്ക്വിൻറ്റ്. ഓപ്ഷൻസ്: എ ഡിപ്ലോപ്പിയ, ബി ഫാൾസ് ഓറിയൻറ്റേഷൻ, സി വെർട്ടിഗോ, ഡി ഓൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ആണ്. ഡിപ്ലോപ്പിയ, ഫാൾസ് ഓറിയൻറ്റേഷൻ, വെർട്ടിഗോ ഇതെല്ലാം പാരലിറ്റിക് സ്ക്വിൻറ്റിൽ കാണാവുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടു ഫോവിയാസ് വ്യൂ ടു ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആൻഡ് സെൻഡ് ടു ഡിഫറെൻറ്റ് ഇമേജസ് ടു എ സിംഗിൾ കോർട്ടിക്കൽ പെർസെപ്ഷൻ ഏരിയ. ദിസ് ലീഡ്സ് ടു ഓപ്ഷൻസ്: എ ഡിപ്ലോപ്പിയ, ബി കൺഫ്യൂഷൻ, സി ആംബ്ലിയോപ്പിയ, ഡി പോളിയോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കൺഫ്യൂഷൻ ആണ്. കൺഫ്യൂഷനിൽ ടു ഫോവിയാസ് എന്താണ്? ടു ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിനെയാണ് സെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലി നമുക്ക് മോർ ദാൻ വൺ ഓപ്ഷൻസ് വരുമ്പോഴല്ലേ കൺഫ്യൂഷൻ ഉണ്ടാവുക, അതേ സംഭവം തന്നെയാണ് ഇവിടെയും. However, the cortex immediately settles for one image with its inherent strong cortical or retinal rivalry. Therefore, confusion is never complained of. സ്ട്രോങ് ആയിട്ടുള്ള കോർട്ടിക്കലോ റെറ്റിനൽ റിവാൽറി പ്രസൻ്റ് ആയിട്ടുള്ളവരിലാണെന്നുണ്ടെങ്കിൽ എന്താവും? ആ ഒരു ഇൻഹറൻറ്റ് കപ്പാസിറ്റി കൊണ്ട് തന്നെ ഒരു ഇമാജിനെ മാത്രമേ പ്രസൻ്റ് ആക്കുകയുള്ളൂ ആൻഡ് മറ്റേതിന് എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും. അത് കാരണം കൺഫ്യൂഷൻ കംപ്ലൈൻറ്റ് പറയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡിപ്ലോപ്പിയ ഓപ്ഷൻസ്: എ ടു ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് പെർസീവ്ഡ് ബൈ ടു ഫോവിയാസ്, ബി വൺ ഒബ്ജക്ട് പെർസീവ്ഡ് ഡബിൾ ബൈ ദ ടു ഐസ്, സി ആൻ ഒബ്ജക്ട് ദാറ്റ് ഹാസ് വൺ ഫിസിക്കൽ ലൊക്കേഷൻ ഹാസ് ടു ഫിസിയോളജിക്കൽ ലോക്കലൈസേഷൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആണ് ആൻസർ. ടു ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് പെർസീവ്ഡ് ബൈ ദ ടു ഫോവിയ എന്ന് പറയുമ്പോൾ അത് കൺഫ്യൂഷൻ ആണ്. ആൻഡ് ബി വൺ ഒബ്ജക്ട് പെർസീവ്ഡ് ഡബിൾ ബൈ ദ ടു ഐസ്. അതായത് നമ്മൾ രണ്ട് കണ്ണും കൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ തന്നെ രണ്ടായിട്ട് കാണുകയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്ലോപ്പിയയിൽ സംഭവിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് തന്നെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, പക്ഷെ അതിൽ രണ്ടെണ്ണമായിട്ട് കാണാം. കൺഫ്യൂഷനിൽ രണ്ട് ഒബ്ജക്ട്സിനെ രണ്ട് ഫോവിയെ എന്ത് ചെയ്യാണ്? കാണുകയാണ്. ആൻഡ് സിയും കറക്റ്റ് ആണ്. ആൻ ഒബ്ജക്ട് ദാറ്റ് ഹാസ് വൺ ഫിസിക്കൽ ലൊക്കേഷൻ, യഥാർത്ഥത്തിൽ അതിന് ഒരു ലൊക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ കാണുമ്പോൾ രണ്ടെണ്ണമായിട്ട് കാണും. ഹാസ് ടു ഫിസിയോളജിക്കൽ ലോക്കലൈസേഷൻ.
അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ മോട്ടോർ അഡാപ്റ്റേഷൻസ് ഓഫ് സ്ക്വിൻറ്റ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഫ്യൂഷൻ, ബി ഹെഡ് പോസ്ചർ, സി ബ്ലൈൻഡ് സ്പോട്ട് മെക്കാനിസം, ഡി ആംബ്ലിയോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആംബ്ലിയോപ്പിയ ആണ്. ബാക്കി ഫ്യൂഷൻ, ഹെഡ് പോസ്ചർ, ബ്ലൈൻഡ് സ്പോട്ട് മെക്കാനിസം ഇവയൊക്കെ മോട്ടോർ അഡാപ്റ്റേഷൻസ് ഓഫ് സ്ക്വിൻറ്റിൽ വരുന്നവയാണ്. ആംബ്ലിയോപ്പിയ, സപ്രഷൻ, ARC ഇവയൊക്കെയാണ് നമ്മുടെ സെൻസറി അഡാപ്റ്റേഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംബ്ലിയോപ്പിയ ഈസ് ഓപ്ഷൻസ് എ ഫാക്കുൾട്ടേറ്റീവ് സപ്രഷൻ, ബി ഒബ്ലിഗേറ്ററി സപ്രഷൻ, സി മോട്ടോർ അഡാപ്റ്റേഷൻ ഓഫ് സ്ക്വിൻറ്റ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ആംബ്ലിയോപ്പിയ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഒബ്ലിഗേറ്ററി സപ്രഷൻ ആണ്. ഈ സപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ ഡിപ്ലോപ്പിയ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമാജിനെ എന്ത് ചെയ്യാണ്, കണ്ണ് സപ്രസ് ചെയ്ത് കളയുന്നതിനെയാണ് നമ്മൾ സപ്രഷൻ എന്ന് പറയുക. അത് ഫാക്കുൾട്ടേറ്റീവും ഉണ്ട്, ഒബ്ലിഗേറ്ററിയും ഉണ്ട്. ഫാക്കുൾട്ടേറ്റീവ് സപ്രഷൻ എന്ന് വെച്ചാൽ ബൈനോക്കുലർ കണ്ടീഷൻസിൽ മാത്രമേ പ്രസൻ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ ഒരു കണ്ണ് അടച്ച് നോക്കിയാൽ മോണോക്കുലർലി എന്തായിരിക്കും, സപ്രഷനൊന്നും ഉണ്ടാവില്ല. അതായത് വിഷ്വൽ അക്യൂട്ടിയിൽ കുറവൊന്നും കാണിക്കില്ല. മോണോക്കുലർ കണ്ടീഷൻസിൽ അത്തരത്തിലുള്ളതിനെയാണ് ഫാക്കുൾട്ടേറ്റീവ് സപ്രഷൻ എന്ന് പറയുക. എന്നാൽ ഒബ്ലിഗേറ്ററി സപ്രഷൻ ഈസ് ദ എഫക്ട് വിച്ച് ക്യാരീസ് ഓൺ ഈവൻ അണ്ടർ മോണോക്കുലർ കണ്ടീഷൻസ് റിസൾട്ടിങ് ഇൻ ഡിമിനിഷൻ ഓഫ് വിഷ്വൽ അക്യൂട്ടി. അപ്പോൾ ഇത്തരത്തിൽ ബൈനോക്കുലർ കണ്ടീഷൻസിലും അതുപോലെ മോണോക്കുലർ കണ്ടീഷൻസിലും നമ്മൾ സപ്രഷൻ വരുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ലിഗേറ്ററി സപ്രഷൻ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ആംബ്ലിയോപ്പിയ എന്നും പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ആംബ്ലിയോപ്പിയ ഓപ്ഷൻസ് എ ഡിക്രീസ്ഡ് വിഷ്വൽ അക്യൂട്ടി, ബി ഡിക്രീസ്ഡ് വേർണിയർ അക്യൂട്ടി, സി ഡിക്രീസ്ഡ് കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഈ പറഞ്ഞവയെല്ലാം ആംബ്ലിയോപ്പിയയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഇവ കൂടാതെ ഡിക്രീസ്ഡ് ഗ്രേറ്റിംഗ് അക്യൂട്ടി, അതുപോലെ ഡിക്രീസ്ഡ് സ്റ്റീരിയോ അക്യൂട്ടി, ഡിക്രീസ്ഡ് ബ്രൈറ്റ്നസ് പെർസെപ്ഷൻ, അബ്നോർമൽ കോണ്ടർ ഇൻ്ററാക്ഷൻ, ഇൻക്രീസ്ഡ് പെർസെപ്ഷൻ ആൻഡ് റിയാക്ഷൻ ടൈംസ്, നാസോ ടെമ്പറൽ അസിമെട്രീസ് ഇൻ റെസൊല്യൂഷൻ ഓഫ് വെർട്ടിക്കൽ ഗ്രേറ്റിംഗ്സ്, മോട്ടിലിറ്റി ഡിഫക്ട്സ് ഇൻ പെർസ്യൂട്ട്സ്, സാക്കാർഡ്സ് ആൻഡ് ഫിക്സേഷൻ ഇവയെല്ലാം ആംബ്ലിയോപ്പിയയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ വരുന്നവയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോവിയ ഓഫ് ദ ഫിക്സിംഗ് ഐ ഡെവലപ്സ് എ കറസ്പോണ്ടൻസ് വിത്ത് ആൻ എക്സ്ട്രാ ഫോവിയൽ പോയിന്റ് ഓഫ് ദ അതർ ഐ ഈസ് ഓപ്ഷൻസ് എ ആംബ്ലിയോപ്പിയ, ബി ARC, സി ഡിപ്ലോപ്പിയ, ഡി നൺ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ARC ആണ്. അബ്നോർമൽ റെറ്റിനൽ കറസ്പോണ്ടൻസ്. അതായത് അബ്നോർമൽ റെറ്റിനൽ കറസ്പോണ്ടൻസ് അഥവാ ARC ഈസ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ന്യൂ വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോവിയ ഓഫ് വൺ ഐ ആൻഡ് ദ എക്സ്ട്രാ ഫോവിയൽ പോയിന്റ് ഓഫ് ദ സ്ക്വിൻറ്റിംഗ് ഐ. ഇതിനെയാണ് നമ്മൾ ARC എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ക്യാൻ ബി മെഷർഡ് ബൈ ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ പ്രിസം ബാർ കവർ ടെസ്റ്റ്, ബി സിനാപ്റ്റോഫോർ, സി കവർ അൺകവർ ടെസ്റ്റ്, ഡി മാഡോക്സ് റോഡ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി മാഡോക്സ് റോഡ് ആണ്. ബാക്കി 3 മെത്തേഡ്സും പ്രിസം ബാർ കവർ ടെസ്റ്റ്, അതുപോലെ സിനാപ്റ്റോഫോർ, കവർ അൺകവർ ടെസ്റ്റ് ഇതൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നവയാണ്. എന്നാൽ മാഡോക്സ് റോഡ് നമ്മൾ സബ്ജക്റ്റീവ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ സിനാപ്റ്റോഫോർ നമ്മൾ ബോത്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റീവ് ആംഗിൾ മെഷർ ചെയ്യാം, ഒബ്ജക്റ്റീവ് ആംഗിൾ മെഷർ ചെയ്യാം. സബ്ജക്റ്റീവ് ആംഗിൾ മെഷർ ചെയ്യാനുള്ള വേറെയുള്ള മെത്തേഡ്സ് ആണ് ആഫ്റ്റർ ഇമാജ് ടെസ്റ്റ്, സിനാപ്റ്റോഫോർ, വെർത്ത്ഫോർ ഡോട്ട് ടെസ്റ്റ്, മാഡോക്സ് റോഡ് റെഡ് ഫിൽറ്റർ ടെസ്റ്റ്, പോളറോയിഡ് ഡിസോസിയേഷൻ, ഫേസ് ഡിഫറൻസ് ഹാപ്ലോസ്കോപ്പ്, ബൈഗോളിനി സ്ട്രേറ്റഡ് ഗ്ലാസസ്. ഇതിൻ്റെയൊക്കെ പേരുകളെങ്കിലും അറിഞ്ഞു വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺകോമിറ്റൻറ്റ് സ്ക്വിൻറ്റ് ഇൻവോൾവ്സ് ഓപ്ഷൻസ് എ എസെൻഷ്യൽ ഇൻഫാൻറ്റൈൽ ഈസോട്രോപ്പിയ, ബി അക്കോമഡേറ്റീവ് ഈസോട്രോപ്പിയ, സി ഇൻ്റർമീഡിയറ്റ് എക്സോട്രോപ്പിയ, ഡി ഡുവാൻസ് റിട്രാക്ഷൻ സിൻഡ്രം. ഇതിൻ്റെ ആൻസർ എന്താണ്? നമുക്ക് സ്ക്വിൻറ്റിനെ മെയിനായിട്ട് 2 എണ്ണമായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കൺകോമിറ്റൻറ്റ് സ്ക്വിൻറ്റും ഇൻകോമിറ്റൻറ്റ് സ്ക്വിൻറ്റും. അതിൽ കൺകോമിറ്റൻറ്റ് സ്ക്വിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ഗേസ് പൊസിഷനിലും ഐസിനുണ്ടാകുന്ന ഡീവിയേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. എന്നാൽ ഇൻകോമിറ്റൻറ്റ് സ്ട്രാബിസ്മസ് എന്ന് പറയുമ്പോൾ ദ മിസ്അലൈൻമെൻറ്റ് ഓഫ് ദ 2 ഐസ് വിച്ച് വാരീസ് ഇൻ ഡിഫറെൻറ്റ് കേസസ് ഓർ ഇൻ അതർ വേർഡ്സ് ദ ഒക്കുലർ ഡീവിയേഷൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഗേസ് പൊസിഷൻസ്. അതാണ് ഇൻകോമിറ്റൻറ്റ് സ്ക്വിൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഇൻകോമിറ്റൻറ്റിൽ വരുന്നതാണ് പാരലിറ്റിക്, അതുപോലെ റെസ്ട്രിക്റ്റീവ് ഒക്കെ. അതിൽ ഈ റെസ്ട്രിക്റ്റീവിൽ വരുന്നതാണ് ഡുവാൻസ് റിട്രാക്ഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഡുവാൻസ് റിട്രാക്ഷൻ സിൻഡ്രോം ആണ്. ബാക്കിയെല്ലാം കൺകോമിറ്റൻറ്റ് സ്ക്വിൻറ്റിൽ വരുന്നവയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ലാസ്റ്റ് ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ കംപ്ലീറ്റ് ആയി എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം എല്ലാ ഭാഗത്തുനിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് തന്നെ ഇത്രയും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ എല്ലാത്തിനെ കുറിച്ചിട്ടും എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചിട്ടും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി നല്ല കോൺഫിഡൻറ്റോട് കൂടി
ടെൻഷനൊന്നും ഇല്ലാണ്ട് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് നന്ദി. താങ്ക് യു.